നമുക്ക് പ്യുവർ വൈറ്റിൽ എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന കോട്ട മെറ്റീരിയൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 1990 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ പ്യുവർ വൈറ്റിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ പ്യുവർ വൈറ്റിൽ ഒരു പിങ്ക് ടോണിൽ ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. സാരി നമ്പർ 1 എല്ലാ സാരിക്കും നമ്മൾ നമ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒന്ന് ക്ലോസർ വ്യൂ കാണിച്ചു. ഇതേപോലെ കോട്ട മെറ്റീരിയലിൽ നമുക്ക് സ്റ്റാർച്ച് ചെയ്യുകയൊന്നും ചെയ്യേണ്ട മെറ്റീരിയൽ അല്ല കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ്. സ്റ്റാർച്ചിൻ്റെ ഒന്നും ആവശ്യമുള്ള കോട്ടയല്ല ഇത്. ഇതേപോലെ ഓൾ ഓവർ ദ ബോഡിയിൽ ഈ എംബ്രോയിഡറി വർക്ക്. എന്നിട്ട് അതിൻ്റെ 2 ബോർഡറിലും ഇതേപോലെ ഒരു ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെയാണ്. പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ സെയിം വൈറ്റിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് നമുക്ക് അല്പം കോട്ടണും കൂടെ ബ്ലെൻഡായിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. സാരി വരുന്നത് കോട്ട മെറ്റീരിയലിലും. ഇതാണ് ഫസ്റ്റ് സാരി നമ്പർ 1 1990. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ. നല്ല എംബ്രോയിഡറി വർക്കും നല്ല ഭംഗിയുള്ള സാരീസ്. അടുത്തത് വരുന്ന സാരി നമ്പർ 2 വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഒരു ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇതേപോലെ ഒരു ബ്രൗണിൻ്റെ ഒരു ടോൺ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. അത് അതിൻ്റെ ലേസ് പാറ്റേൺ വരുമ്പോഴും ഇതുപോലെയാണ് അതിൻ്റെ ലേസ് പാറ്റേൺ വരുന്നത്. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോൾ വൈറ്റിൽ ഒരു ബേജ് കോമ്പിനേഷൻ. ഇതേപോലെ ഒരു ബേജിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. എന്നിട്ട് ലേസ് പാറ്റേൺ ഇങ്ങനെ ഈ ഒരു കളറിലും വരും. സാരി നമ്പർ 3. നമുക്ക് വേണമെങ്കിൽ ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും മതി. സാരി നമ്പർ 4 വരുമ്പോൾ നോക്കി നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഉണ്ടോ, നല്ല ഭംഗിയാട്ടോ. ഈ കളർ കോമ്പിനേഷനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസാണ്. സാരി നമ്പർ 4 1990 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. സാരി നമ്പർ 5 വരുമ്പോൾ ഇത് കണ്ടോ, ഒരു മോഫ് ടോണിൻ്റെ അതായത് ഒരു ബ്രൗണിൻ്റെ തന്നെ ഒരു അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 5 നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ബ്ലൗസും കൂടെ ഇട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഒന്നീ വൈറ്റ് അല്ലെങ്കിൽ ഈ സെയിം കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. സാരി നമ്പർ 6 കണ്ടോ, നല്ലൊരു ഇതും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒരു അല്പം ഗ്രേയും ബ്ലൂവും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ഷെയ്ഡ്. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ 7 വരുമ്പോൾ നല്ലൊരു മോഫ് ടോണിലേക്ക് വന്നിരിക്കുന്ന ഷെയ്ഡ്. അതിൻ്റെ ലേസ് വർക്കും ഇതേപോലെയാണ് വരുന്നത്. 7. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പ്യുവർ വൈറ്റിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.